അപ്പം നമ്മൾ ഗൗരിയുടെ പാഴ്സൽ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അവളുടെ നാട്ടിൽ നിന്ന് അവളുടെ ഫാമിലി ഫ്രണ്ട്സ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. ഈ വീട്ടിൽ എന്ന് പറയുന്നത് ബീച്ചിൻ്റെ ഉള്ളിലുള്ള ഒരു ടെമ്പിളാണ്. വൺ ഓഫ് ദി ടൂറിസ്റ്റ് പ്ലേസ് ഇൻ വാരണാസി. അവിടെ പോയി നമ്മൾ അവർക്ക് വേണ്ടി കുറേ നേരം കാത്തിരുന്നു. അങ്ങനെ ഈവനിങ്ങിൽ അവിടെ പോയിരിക്കാൻ ഭയങ്കര രസമാണ്. നല്ല രസമാണ് സൺസെറ്റ് കാണാനായിട്ട്. അങ്ങനെ അവരെ നമുക്ക് ഫുഡൊക്കെ വാങ്ങി തന്നു. അവരെടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. വാരണാസി വന്നാൽ പിന്നെ പുറത്തിറങ്ങി ചായ കുടിക്കുന്ന നിർബന്ധമുണ്ട്. അങ്ങനെ പോയി ചായ കുടിച്ചു. അതിനെപ്പറ്റി നമുക്ക് കുറച്ച് റോള് വാങ്ങാണ്ടായിരുന്നു. അത് വാങ്ങി, പിന്നെ ദ്യുതിക്ക് വേണ്ടി ജിലേബി വാങ്ങി. അങ്ങനെ ഇതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഫ്ലാറ്റിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ നമ്മൾ ബോക്സിങ് തലവി അങ്ങനെ ഗൗരിയുടെ പാഴ്സൽ അൺബോക്സ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാം എങ്ങനെയൊക്കെയോ കത്രിക വെച്ച് കീറി മുറിച്ച് ഓരോ ഐറ്റംസ് ആയിട്ട് പുറത്തിട്ടു. ഇതിലത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ലാസ്റ്റ് വരെ ഇരിക്കുന്ന ഐറ്റമാണ്. അങ്ങനെ ഓരോന്നായി പുറത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അങ്ങനെ ഒരു നാഗവലി ആകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം നമ്മുടെ മെയിൻ ഐറ്റം പുറത്തെത്തി. ഇവർക്ക് ഓണത്തിനുള്ള ധാവണിയായിരുന്നത്. അത് എന്ത് രസമാണ് അത് കാണാനായിട്ട്. അവളുടെ അച്ഛൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ധാവണിയായിരുന്നത്. അതെല്ലാം ഇങ്ങനെ നോക്കി എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡിലേക്ക് പോയി. അങ്ങനത്തെ കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച അപ്പവും മീൻകറിയും ഇത് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മീൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ആകെപ്പാട് മീൻ കിട്ടുന്നത് കേരള സ്റ്റോറിൽ നിന്നാണ്. അങ്ങനെ അത് ചോറും മീൻകറിയും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. സ്വർഗം, നല്ല നാട്ടിലെത്തിയൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ എവരിവൺ.